ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയ് നയനയുടെ അടുത്ത് അജയുടെ പ്രണയം തുറന്ന് പറയുകയാണ്. അന്നേരം നയന പറയും, എന്താ എന്നെ പ്രപ്പോസ് ചെയ്യാൻ ഇത്ര വൈകിയെന്ന എൻ്റെ ചിന്ത. അത് കേൾക്കുമ്പോൾ അജയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ നയനയും അവളോട് പ്രണയം തുറന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അജയ് സന്തോഷം കൊണ്ട് നയനയെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നെ അവരുടെ പ്രണയരംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ അജയ് പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സീനുകളൊക്കെയാണ് പിന്നെ കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് ഭൂമിയും അച്ചേട്ടനും ഇങ്ങനെ കാറിൽ രാത്രി വീട്ടിലേക്ക് വരികയാണ്. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വഴക്ക് കേൾക്കും, എന്തായാലും അമ്മയുടെ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രണ്ടുപേരും വരുന്നത്. ഭൂമിയാണെങ്കിലോ മനസ്സിൽ പലതും ഇങ്ങനെ അച്ഛനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുന്നത് കൊണ്ട് തന്നെ വീടെത്തിയ കാര്യം ഒക്കെ അവൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചേട്ട അവളെ വിളിക്കുകയാണ്. ഭൂമി വീടെത്തി, മോളെ ഇറങ്ങ്, വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് കാറിൽ നിന്ന്. ഭൂമി പറയുന്നുണ്ട്, നാളെ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു തേങ്ങ അടയ്ക്കണം. അതെന്തിനാ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയും, നമ്മുടെ CCTV ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഓടിച്ചിട്ടും ഒരു തവണ പോലും നിന്നില്ലല്ലോ, അതിനാണ്. അന്നേരം അച്ചോട്ടൻ പറയും, ഇവന് പഴയ ആരോഗ്യം വന്നു മോളെ, ഇനി ഒരിക്കലും മരിക്കില്ല, ഞാനും മരിക്കില്ല. അത് കേൾക്കുമ്പം ഭൂമിക്ക് ഒരുപാട് സങ്കടം തോന്നുകയാണ്. എന്നിട്ട് അച്ചേട്ടൻ പറയും, എൻ്റെ ജീവനല്ലേ ഇവൻ, ഇനിയിപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗം വന്നാലും മരിക്കില്ല, അത്രയ്ക്ക് സ്ട്രോങ്. അത് കേൾക്കുമ്പോൾ ഭൂമി പറയും, അച്ഛൻ സ്ട്രോങ് ആണ്, മനസ്സിൽ ദൃഢനിശ്ചയം വേണം, ക്യാൻസർ പോലെയുള്ള രോഗം വന്നാലും ഞാൻ മരിക്കില്ല എന്ന്. എന്നിട്ട് ഭൂമി പറയും, ഈ ഡോക്ടർമാർ പറയുന്നത് വിൽ പവർ ഉണ്ടെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ അച്ചേട്ടൻ പറയും, അതിനിപ്പം എനിക്ക് ക്യാൻസർ വരണോ മോളെ വിൽ പവർ ഉണ്ടാവാൻ എന്നും പറഞ്ഞ് ചിരിച്ചിട്ട് അച്ചേട്ടൻ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ഭൂമി ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിയ കുറച്ച് കവറുകളൊക്കെ ആയിട്ട് അച്ചേട്ടൻ്റെ പിന്നാലെ അവളും വരും. രണ്ടുപേരും കൂടെ ഇങ്ങനെ വാതിൽ തുറന്ന് നോക്കുകയാണ്, അമ്മ ഉറങ്ങിയിട്ടുണ്ടോ, എന്തായിരിക്കും അമ്മയുടെ പ്രതികരണം എന്നൊക്കെ അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ അമ്മ നല്ല കലിപ്പിലായിരുന്നു. എന്നിട്ട് ഭൂമിയുടെ അടുത്ത് ചോദിക്കും, വന്നോ ബോബനും മോളി, എവിടെ ആയിരുന്നു, സമയം എത്രയായി എന്നാ വിചാരം, 11 മണി. നേരം ഭൂമി പറയും, ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. ഏത് സിനിമ? ഒരു നാടക നടിയുടെ പ്രണയകഥ. അപ്പം അമ്മ ചോദിക്കും, സത്യം? ആ സമയത്ത് അച്ചോട്ടൻ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചുമ്മാതാ പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് താളം കാട്ടും. ഭൂമി അവളുടെ കയ്യിൽ നിന്നുള്ള കവറിൽ നിന്നൊരു കവറ് അച്ചേട്ടന് കൊടുത്തിട്ട് പറയും, ഇതൊന്ന് ഇട്ടുകൊണ്ട് വാ, വേഗം വാച്ച എന്ന് പറയുമ്പോൾ അച്ചേട്ടൻ ചോദിക്കും, ഇതെപ്പോൾ വാങ്ങി, പറയുന്നത് അങ്ങ് അനുസരിക്കുക അച്ഛാ, ഞാൻ പറയുന്നത് മോളല്ലേ അനുസരിക്കേണ്ടത്, തൽക്കാലം ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ചേട്ടൻ ഡ്രസ്സ് ഇട്ട് വരാൻ പോകും. അങ്ങനെ അച്ചേട്ടൻ ഡ്രസ്സ് മാറ്റാൻ പോകുന്ന സമയത്ത് ഭൂമി അമ്മയുടെ അടുത്ത് ചോദിക്കും, എല്ലാം റെഡിയല്ലേ? അതെ, അച്ഛനെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം മാറ്റി നിർത്തിയത്. അപ്പം അമ്മ പറയും, മോള് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ചേട്ടൻ പിന്നെ പുതിയ ഷർട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ അമ്മ വന്നിട്ട് പറയും, അച്ചേട്ടൻ സൂപ്പറായിട്ടുണ്ടല്ലോ ഈ ഡ്രസ്സിൽ. അപ്പോൾ അച്ചേട്ടൻ ചോദിക്കും, എന്തിനാ ഈ നേരത്ത് ഈ ഫാൻസി ഡ്രസ്സിലൊക്കെ? അപ്പം അമ്മ ചോദിക്കുകയാണ്, അത് മോളടുത്ത് തന്നെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ ചോദിക്കുന്നില്ല, അവളുടെ ആഗ്രഹത്തിന് ഞാൻ എതിരല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഭൂമി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടേക്ക് വരും. എന്നിട്ട് ഭൂമിയും പറയും, ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്. അന്നേരം അച്ചേട്ടൻ ചോദിക്കുകയാണ്, ഇന്ന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ മോളെ? അപ്പോൾ ഭൂമി പറയും, ഉണ്ടോ, എന്താ പ്രത്യേകത? ശരി എന്നാൽ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അച്ചേട്ടൻ്റെ കണ്ണൊക്കെ പൊത്തിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അച്ചേട്ടന് മനസ്സിലാവും, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, മോള് നല്ല റൂമൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഭൂമിയുടെ ഫ്രണ്ട്സൊക്കെ അവിടേക്ക് കടന്നു വരികയാണ്. അവളുടെ ചായക്കടയിൽ ചായ കുടിക്കാൻ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ അവിടേക്ക് എത്തുകയാണ്. അത് കാണുമ്പോൾ അച്ചേട്ടന് ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് ഭൂമി അച്ഛൻ്റെ അടുത്ത് പറയും, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവരാണ്, കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ ഇവരാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം അച്ചേട്ടൻ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാണ്. ആ സമയത്ത് ഭൂമിയുടെ ഫ്രണ്ട്സൊക്കെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഭൂമിയാണെങ്കിലും അവർ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നപ്പോൾ അവരൊക്കെ വഴക്ക് പറയാണ്. എല്ലാവരും ജീവിത പ്രാരാബ്ദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്.
അതുകൊണ്ട് തന്നെ എന്തിനാ വെറുതെ പൈസ കളയുന്നത് എന്നുള്ള രീതിയിൽ ഭൂമി അവരൊക്കെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റൊക്കെ പിന്നെ അച്ചേട്ടന് ഷെയർ ചെയ്യാണ്. ആ സമയത്താണ് അച്ചേട്ടൻ്റെ മൂക്കിൽ നിന്ന് വീണ്ടും ബ്ലഡ് വരുന്നത്. അപ്പം ഭൂമിയുടെ അമ്മ പറയും ദേ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടല്ലോ, ഇതെന്താ മോളെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഭൂമി പറയും അതൊന്നുമില്ല അമ്മേ, പേടിക്കാനൊന്നുമില്ല, ഇതിൻ്റെ മുന്നേ ഒരു തവണ വന്നതാ, ആ സമയത്ത് ഞാൻ ഡോക്ടറെ കാണിച്ചതാണ്. അന്നേരം അച്ചേട്ടനും പറയും അതെ ഞങ്ങൾ ഡോക്ടറെ കണ്ടതാ, കുഴപ്പമൊന്നുമില്ലെന്നേ എന്ന് പറയുമ്പം ഭൂമിയുടെ ഫ്രണ്ട്സ് പറയും എന്നാലും ഒന്നും കൂടെ ഒന്ന് ഡോക്ടറെ കാണിക്കണേ മോളെ, എന്തായാലും ഇനി അധിക സമയം അച്ചേട്ടനെ ഇവിടെ നിർത്തണ്ട, കൊണ്ടുപോയി കിടത്തുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ചേട്ടനെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ് അമ്മയും മോളും കൂടെ. ഭൂമിക്കാണെങ്കിൽ ആ സമയത്ത് നല്ല സങ്കടം വരുന്നുണ്ട്. പക്ഷേ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തും അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ അടക്കി പിടിച്ച് ഇങ്ങനെ കരയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഭൂമി ക്ഷേത്രത്തിൽ വന്ന് അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ദൈവത്തിൻ്റെ മുന്നിൽ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും അവിടേക്ക് സത്യദാസും ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വരുന്നത്. അങ്ങനെ രണ്ടുപേരും ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി പുറത്തിറങ്ങുന്ന സമയത്താണ് വീണ്ടും കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഭൂമി വിളിക്കുകയാണ് സത്യദാസിനെ, സർ സർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ പിന്നെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സത്യദാസ് പറയും മോളോട് സംസാരിക്കുമ്പം എന്തോ ഒരു വല്ലാത്ത അടുപ്പം തോന്നുന്ന പോലെ. അപ്പം ഭൂമി പറയാണ് അടുപ്പം ഉണ്ടല്ലോ, എൻ്റെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടല്ലോ സാറ്, അതല്ല എൻ്റെ മോളോട് തോന്നുന്ന പോലുള്ള ഒരു ഇഷ്ടം എനിക്ക് തോന്നുകയാണ്. മോളെ പെരുമാറ്റവും സംസാരവും ഒക്കെ കാണുമ്പം എനിക്ക് എൻ്റെ മോളെ അതേപോലെ തന്നെയാണ്, മോളുടെ സ്വഭാവം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഭൂമിയുടെ അടുത്ത് പറയുമ്പോൾ ഭൂമി പറയും എങ്കിലെന്നെ മോളായിട്ട് കരുതിക്കോളൂ. ആ സമയത്ത് സത്യദാസ് ചോദിക്കുകയാണ് എങ്കിൽ പോരുന്നോ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മോളായിട്ട്. അത് എമ്മിണി കടുക്കും സാറേ, ഭൂമിയും ആകാശവും സ്വർഗവും തരാമെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനെ വിട്ട് ഞാൻ വരില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ സത്യദാസ് പറയും മോളുടെ അച്ഛൻ ഭാഗ്യവാനാ, എന്താ അച്ഛൻ്റെ പേര്? അച്യുതൻ. അത് ശരി, അപ്പോൾ ആ അച്യുതണ്ടിലാണ് ഈ ഭൂമി കറങ്ങുന്നത് അല്ലേ? ആ സമയത്ത് ഭൂമി പറയും സത്യം, ശരിയാണ് സാറേ. എന്നിട്ട് ഭൂമി പറയും ആ അച്യുതണ്ട് എന്നും എനിക്ക് വേണം, അത് ഒടിയോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അപ്പോൾ സത്യദാസ് പറയാണ് ഒരിക്കലും അത് ഒടിയില്ല, മോളുടെ സ്നേഹം കൊണ്ട് അതിങ്ങനെ ബലപ്പെട്ടുകൊണ്ടിരിക്കും. ശരി കാണാം എന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ പറയും ഞാൻ ഇനിയും വരും ചായ കുടിക്കാൻ. ഓ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സത്യദാസ് കാറിൽ കയറാൻ നിൽക്കുമ്പം വീണ്ടും തൻ്റെ കുട്ടിക്കാലത്തെ മകളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. കുട്ടിക്കാലത്ത് മകളെ കൊഞ്ചിക്കുന്നതും ആ സീനുകളൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ അറിയാതെ ഇങ്ങനെ ഭൂമിയെ തൻ്റെ മകളായിട്ട് ഇങ്ങനെ ഒരു തോന്നൽ. അങ്ങനെ വീണ്ടും കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഭൂമിയുടെ അടുത്ത് പറയും മോള് ആ ചന്ദനം എൻ്റെ ഒന്ന് നെറ്റിയിൽ ചാർത്തി തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവൾ നെറ്റിയിൽ ആ കളഭം ചാർത്തുമ്പം സത്യദാസിന് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് പോട്ടേന്നും പറഞ്ഞിട്ട് മോളുടെ കവിളത്ത് ഒന്ന് തട്ടിയിട്ട് കാറിലേക്ക് കയറി പോവുകയാണ്. അത് കണ്ട് ഭൂമി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.